നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഞ്ജു വാര്യരുടെ ആ ഒരു കുറിപ്പ് വന്നതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിലീപിനാണ് കൃത്യമായിട്ട് അടി കിട്ടിയതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ദിലീപിന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും, അതായത് മഞ്ജുവിന്റെ വില എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലുണ്ടാകും. മഞ്ജു പോയതിന് ശേഷം, അല്ലെങ്കിൽ മഞ്ജുവുമായിട്ട് പിരിഞ്ഞതിന് ശേഷം, മഞ്ജുവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന് ശേഷം ദിലീപിന് കൃത്യമായിട്ട് കാര്യമായിട്ടുള്ളൊരു ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് മഞ്ജുവുമായിട്ടുള്ള വേർപിരിയലിന് ശേഷം ഫാമിലി പ്രേക്ഷകരെ മുഴുവൻ ദിലീപിനെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ദിലീപിന്റെ സിനിമകൾ കാണാൻ ഫാമിലികൾ കൂട്ടത്തോടുകൂടി ഇടിച്ചു കയറിയ സമയമുണ്ടായിരുന്നു. പക്ഷെ മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹ മോചനത്തോടുകൂടി ദിലീപിന് കൃത്യമായിട്ട് തന്നെ അടി തെറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ദിലീപ് ആർക്ക് വേണ്ടിയിട്ടാണ് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചത്, ദിലീപും മഞ്ജു വാര്യരുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു, നമുക്ക് ഏകദേശം ഒക്കെ അറിയാം. അതായത് ദിലീപിന്റെ സ്വഭാവം കൊണ്ടും, പിന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത് ഇന്നോ ഇന്നിലോ തുടങ്ങിയതല്ല. അങ്ങേർക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഭാര്യയും നല്ലൊരു മകളും ഉള്ളപ്പോഴാണ് ഇദ്ദേഹം മറ്റു പല ബന്ധങ്ങളിലേക്കും പോകുന്നത്. അത് അയാളുടെ ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു. കാരണം അയാളെ അത്രമാത്രം സ്നേഹിച്ച പ്രേക്ഷകര്, ആ പ്രേക്ഷകർ അയാൾക്ക് കൊടുത്തൊരു സമ്മാനം വളരെ വലുത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേസിലൊന്നും പെട്ടിട്ടില്ലെങ്കിലും ദിലീപിന്റെ ഒരു സിനിമ പോലും വിജയിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോഴൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കരയേണ്ട അവസ്ഥയാണ് ദിലീപിന്. എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് കരയേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ദിലീപിന്റെ സിനിമകൾ പോകുന്നത്. നിങ്ങൾക്കറിയോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ സിനിമ ഏത് കൂറ പടമായി കഴിഞ്ഞാലും ശരി, ദിലീപിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ 100 ദിവസം ഉറപ്പാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളും കുട്ടികളുമാണ് ദിലീപിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ ക്രെഡിറ്റിലാണ്. മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു നടിയെ കല്യാണം കഴിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ മഞ്ജു വാര്യറുമായിട്ട് എന്ന് അഭിപ്രായ വ്യത്യാസം തുടങ്ങിയിരുന്നോ അന്ന് മുതൽ ദിലീപിന്റെ കുഴി തന്നെ തോണ്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ശരിക്കും പശ്ചാത്തപിക്കുന്നുണ്ട്. ഇപ്പോഴയാളുടെ മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കരയുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, അതായത് ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾ വീർത്തു പോയാൽ എൻ്റെ മക്കളെ ഒരു നടനല്ല ഇനി അതിൻ്റെ വലിയ ആൾക്കാരായി കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഈ കേസെന്നൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ദിലീപിനെ പറയുന്നത് നിർത്തണം, അല്ലെങ്കിൽ ദിലീപിന്റെ പടം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർ വരില്ല. കാരണം എന്താണ്, ദിലീപിന്റെ കേസോ കാര്യങ്ങളോ ഒന്നുമല്ല, മഞ്ജു വാര്യറുമായിട്ടുള്ള പ്രശ്നങ്ങള്, മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചത് കൊണ്ട് മഞ്ജു വാര്യരെയാണ് പ്രേക്ഷകരെല്ലാവരും സ്നേഹിച്ചത്, അല്ലാതെ ദിലീപിനെയല്ല. ഇവിടുന്ന് ദിലീപ് മനസ്സിലാക്കേണ്ടത് ദിലീപിന്റെ ഭാഗ്യ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ തന്നെയായിരുന്നു. ആ ഭാഗ്യ നക്ഷത്രം കയ്യിൽ ഉള്ളപ്പോൾ ദിലീപിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ദിലീപിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷേ അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുകയും പിന്നീട് എന്ന് പറഞ്ഞ് മഞ്ജു വാര്യരെ തള്ളിപ്പറയുകയും മഞ്ജു വാര്യർ വെളിയിൽ പോവുകയും ചെയ്തതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ രാശികൾ മുഴുവൻ മഞ്ജുവിന്റെ കൂടെ പോയി എന്നേ ഞാൻ പറയുള്ളൂ. മഞ്ജുവിന്റെ കൂടെ പോയിട്ടുണ്ട്. ഇപ്പോഴും ആ സ്ത്രീയെ തോൽപ്പിക്കാനും അതുപോലെ തന്നെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുത്താനും മാത്രമാണ് നോക്കുന്നത്. ആ സ്ത്രീ എവിടെയെങ്കിലും ദിലീപിനെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സ്ത്രീ എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദിലീപ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആരോപണങ്ങൾ ഉണ്ടാക്കിക്കോളും. അതുമാത്രവുമല്ല, ദിലീപിന് തന്നെ അറിയാം ഇപ്പോഴും ദിലീപ് മിണ്ടാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ദിലീപിന്റെ സൈബർ ടീമുകൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്. മഞ്ജു എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഇളകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ ഒരുപാട് സ്ഥലങ്ങളിൽ അപമാനിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് പിടികൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, മഞ്ജു വാര്യരെ എന്തോ പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ വിടൂല. മഞ്ജു വാര്യരെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നിമിഷം ജനങ്ങൾ വിടൂല. ഞാൻ പറഞ്ഞു, ദിലീപിന്റെ ഏറ്റവും വലിയ നമുക്കെന്ന് പറഞ്ഞാൽ വിജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആൾക്കാർക്കായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത്, എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങളുടെ സപ്പോർട്ടാണ്. ഈ കുഞ്ഞുങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും അതിൻ്റെ അകത്ത് വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ സപ്പോർട്ട് പോലും ഇന്ന് ദിലീപിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ കൃത്യമായിട്ടും അയാൾക്ക് മഞ്ജു വാര്യർ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറെ നാള് ഭർത്താവിന്റെ അടിമയായിട്ട്, ഒരു ജനപ്രിയ നായകന്റെ അടിമയായിട്ട് ജീവിച്ചു എന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. അതായത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന സ്ത്രീക്ക് ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മകളുള്ളതാണ്. ഇപ്പോഴാ മകൾക്ക് പോലും അമ്മയെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്നായിരിക്കും ചിലപ്പോൾ ഉത്തരം. അതുപോലെ മഞ്ജു വാര്യർക്ക് ഒരു ഗുണവും കിട്ടാത്ത ഒരു ദാമ്പത്യ ജീവിതം തന്നെയായിരുന്നു ഈ ദിലീപിന്റെ കൂടെയുള്ളത്. ഒരു പക്ഷെ എന്ന് പറഞ്ഞാൽ വേർപ്പ് മുട്ടിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം. എന്താണെന്ന് വെച്ചാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന് വളരാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച ഒരാൾ വേറെ ഒന്നുമില്ലാതെ
അതിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു വിശ്വാസം, ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നതാണ്, എന്നെ വിശ്വസിച്ച് വന്നതാണ്, അവരുടെ കഴിവ് ഞാൻ ഇവിടെ കെടുത്താൻ പാടില്ല എന്നുള്ളതൊന്നും അയാൾക്കില്ല. അതായത് വളരുന്ന എല്ലാവരെയും അയാൾ എന്ന് പറഞ്ഞാൽ വഴിക്ക് വെച്ചിട്ട് നാക്കുവായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാവ്യ മാധവൻ എന്ന് പറയുന്ന ആ സ്ത്രീ, അവരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പെട്ടുപോയതാണ്. അവർക്ക് യാതൊരു ഇത് ആവശ്യവുമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സിനിമയും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു പോകുമ്പോഴേ ഇതിൻ്റെ അകത്ത് വന്ന് ചാടിയതാണ്. ചാടിയത് കൊണ്ട് അവർക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇന്ന് അവർക്ക് എന്താണ് ഗുണമുള്ളത്? അതായത് ജനപ്രിയന്റെ നായകന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഗുണം മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വില കിട്ടാത്ത, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇപ്പം നമ്മുടെ മമ്മൂക്കയായാലും ഇപ്പം ലാലേട്ടനായാലും അവരൊക്കെ എന്ന് പറഞ്ഞ് അവരുടെ ഭാര്യമാരെയും കൊണ്ട് എവിടെയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ മഞ്ജു വാര്യരെയും കൊണ്ട് എവിടെയെങ്കിലും ദിലീപ് പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയും പോകത്തില്ല. കാരണം വെച്ചാൽ അയാൾ ഒറ്റയ്ക്ക് മാത്രമേ പോകത്തുള്ളൂ. ഇപ്പോഴയാൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. കാരണം മഞ്ജു വാര്യരുടെ ശക്തി എന്താണ്, മഞ്ജു വാര്യർ ആരായിരുന്നു, മഞ്ജു വാര്യർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത്. അയാൾ കരയുന്നുണ്ടാകും, ശരിക്കും മനസ്സിൽ കരയുന്നുണ്ടാകും. തൻ്റെ രാശിയാണ് തൻ്റെ കയ്യിൽ നിന്നും പോയത്, തൻ്റെ ശുക്രനായിരുന്നു അത്. അതായത് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യചിഹ്നം തന്നെയായിരുന്നു. ആ ഭാഗ്യചിഹ്നത്തെ ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് ഉടച്ചു എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതായത് ഒരു ജീവിതത്തിലാകുമ്പോൾ ഭാര്യ എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടിൽ അടയ്ക്കാൻ വേണ്ടി പറ്റിയ ഒരാളല്ല. അവരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ദിലീപ് പിന്നെ പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പ്രൊഡക്ഷൻ കമ്പനിയിലൊക്കെ കൃത്യമായിട്ട് മഞ്ജു വാര്യരെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ദിലീപിനുണ്ടാകുമായിരുന്നില്ല. അതായത് ദിലീപ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സുഖത്തിന് വേണ്ടി മാത്രമാണ് അയാൾ ജീവിച്ചത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അയാളുടെ സുഖത്തിനും പിന്നെ അയാൾ ഒരുപാട് സിൽബന്തികളെയും ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും, അയാൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കാനും, അയാൾ പറയുമ്പോൾ കൂവാനും, അയാൾ പറയുമ്പോൾ മറ്റുള്ളവരെ സിനിമക്ക് കൂവാനും, ഇങ്ങനെയൊക്കെ ആയിട്ട് ദിലീപ് തന്നെ ഒരു തരത്തിലുള്ള ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ദിലീപ് വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അത് നിങ്ങൾക്കറിയോ? അതായത് ഒരുപാട് പേരെ വിലക്കേണ്ടി വന്നു, ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിന്ന് പുറത്തായി, ഒരുപാട് പേരെ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പുറത്താക്കി, പിന്നെ തിലകനെ പോലെയുള്ള ആൾക്കാർ വരെ വെളിയിൽ നിൽക്കേണ്ടി വന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നതിന് ശേഷമാണ്. ഈ ഒരു 8 വർഷമായിട്ട് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ രംഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ദിലീപ് ഉണ്ടെങ്കിൽ ഇപ്പം പല ആൾക്കാർ ഇപ്പം പിന്നെ എന്താ പറയുക, ഒരുപാട് നടന്മാർ നമ്മൾ ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് നടന്മാർക്ക് ഒരു ചാൻസും ഒരു ഗതിയും പരഗതിയില്ലാതെ അവരൊക്കെ പോയിട്ടുണ്ടാകും. അതെന്തുകൊണ്ടാണ്? ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദൃശ്യനായിട്ടൊരു കളി കളിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് പറയുന്നത്, മഞ്ജു വാര്യർ എന്ന് പറയുന്നയാള് പോയതിന് പിന്നെ ദിലീപിന് നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോ. ബൈ ബൈ.